കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയുകയാണ്. ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു. ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്കൊക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുമായിരുന്നു? യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട്. പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല. പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല. ഇവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത്, ഇവിടെ കട്ടൗട്ട് എടുത്തോണ്ട് പോയി, പാലെടുത്തോണ്ട് പോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ കാണിച്ച നോട്ടീസ് ഒന്നുണ്ടല്ലോ. സന്തോഷമായി. അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല. ഇന്നേവരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല. ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത്. ഇതേപോലൊരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിൻ്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് അതിശക്തമായ ഒരു പുരുഷ കമ്മീഷൻ്റെ ആവശ്യം ഉണ്ടാകുന്നത്. AKMA പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത്, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് എന്ത് അർത്ഥത്തിലാണ്? ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട്. നമ്മുടെ വിജയുടെ സിനിമ വരുമ്പോൾ ഒക്കെ നടത്താറില്ലേ? ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ? ഒന്നുമില്ല. ഒരു പാലഭിഷേകം നടത്തുകയാണ്, അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. പോലീസിൻ്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചു പേരെ കാണൂ എന്നവർ മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും.